പക്ഷെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണെന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. കാഴ്ച പരിമിതരേക്കാൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേൾവിപരിമിതരെ. അധ്യാപനത്തിൽ എങ്ങനെ ഒരു ഉദാഹരണം പറയോ? പറഞ്ഞുതരാം, ഇഷ്ടം പോലെ. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ഒറ്റ ചോദ്യം ഞങ്ങളോട് ചോദിച്ചേ, കണ്ണ് കാണാത്ത നിങ്ങളൊക്കെ ടൂർ പോയിട്ട് എന്ത് കാണാനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളോട്. ഇത് എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കുമെന്നത് ആദ്യമേ ഉറപ്പ് നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാൽ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷേ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ ഒരു പീസ് റേഡിയോ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലേ വീട്ടിൽ? അതെ അതെ അതെ. ഓക്കെ, എന്തായാലും മാഷ് ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ശ്രോതാക്കൾക്ക് മാഷ് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്, കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980, 82, 90 അങ്ങനത്തുള്ള ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളതെന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ച ഇല്ലാതെ ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 മാസമായ സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഉമ്മയൊക്കെ പറയണ കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ അവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു സാധ്യതയില്ല കാഴ്ച തിരിച്ചു കിട്ടാൻ, ഞരമ്പിൻ്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട, ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും. അതെ 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 അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 വയസ്സ് 3 വയസ്സായ ഒരു സമയം. അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ് ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്. ചികിത്സ നടത്തിയില്ല അല്ലേ? ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാനൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വീട്ടിൽ വാപ്പ ഉമ്മ? വാപ്പ മരിച്ചു 3 വർഷമായി. ഉമ്മ ഉണ്ട്, വൈഫ്, 2 മക്കള്. വൈഫിൻ്റെ പേര് ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ് ഡിഗ്രി ഫസ്റ്റ് ഇയർ, അവരുടെ കൂടെ ACCA ചെയ്യാണ് കോഴിക്കോട്. വിവാഹം കഴിഞ്ഞ് എത്ര വർഷമായി? ഇപ്പം 18 വർഷമായി. ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8ാം ക്ലാസ്സിലാണ്. കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്, പിന്നെ എൻ്റെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അതും ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ പോകും, സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും എന്നൊന്നും പഠിപ്പിക്കില്ല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറേ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് ഉച്ച. എന്നിട്ട് ടീച്ചർമാരൊന്നോട് ചോദിക്കില്ല എന്താ ഉച്ചയ്ക്ക് ശേഷം വരാത്തെ, സ്കൂളിൽ വരുന്നത്, അതൊന്നും ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന്. അപ്പോൾ അവിടെ യാദൃശ്ചികമായിട്ടൊരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ഈ കോഴിക്കോട് കുളത്തറ സ്വദേശിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്, കാഴ്ചയില്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനമുണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടേ വിടണം. എവിടെയായിരുന്നു അത്? കുളത്തറ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും, CSH കുളത്തറ എന്ന് പറയും, കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം ഹോസ്റ്റലാക്കി. അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിൽ നിന്ന് വന്ന് പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് തന്നെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും
അവരൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്നു. ഇത്തരം പരിമിതിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പിന്നിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും. അതെ അതെ തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട് അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ എനിക്കും പഠിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല, കണ്ണ് കാണാത്തതുകൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല എന്താണ് നമ്മൾ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ചോദിക്കട്ടെ, നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് ഭാഷ പറഞ്ഞു. ഇന്നിപ്പോ ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ? അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. വികലാംഗ വിദ്യാലയം ഇൻകറക്റ്റ് ആണല്ലോ അല്ലേ? അതെ, അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗർ എന്നുള്ള പദമൊക്കെ ഇപ്പൊ മാറി, ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര് ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാളെ, ഭിന്നശേഷി, വ്യത്യസ്ത ശേഷിയുള്ള ആളുകൾ, ഡിഫറൻ്റ്ലി ചാലഞ്ചഡ്, അതെ, അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ പക്ഷേ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ഒറ്റൊരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കിയെന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിൽ കൊണ്ടുപോയി വിടുമ്പോൾ ഈ ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്തറ അങ്ങാടിയിലൊക്കെ പോയിട്ട് ഈ ആളെ അങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതെ അതെ അതെ. അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയത്, ലോകത്തെ ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും, ഇങ്ങനെ കുറേ കാഴ്ചയില്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന്. ആ ഒരു പക്ഷെ കുടുംബത്തിലെ ആർക്കും ഈ പരിമിതികളില്ല. ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ 7ാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്. പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പോൾ പിന്നെ ഞാൻ PDC കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ഫറൂഖ് കോളേജിൽ പോയി, സബ്ജക്റ്റ് സോഷ്യോളജി പഠിച്ചു, B.Ed ചെയ്തു. അതിനത് കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ 2024 വയസ്സിൽ തന്നെ ജോലി കിട്ടി. 2007 ഫെബ്രുവരി 1 സർവീസിൽ കയറി. 2007 ഫെബ്രുവരി 1 സർവീസ് 18 വർഷം. അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. ആദ്യത്തെ 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആയി. എന്നിട്ട് ഇപ്പോഴത്തെ പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്, സപ്പോർട്ടാണ്. ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെൻറ് സ്കൂളിൽ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണൂല. അപ്പം അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുപുതങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ? പേഴ്സണൽ കാര്യങ്ങളടക്കം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ് കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവും, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരെ മനസ്സിലാക്കും. ഒരു പരിമിതിയുള്ള കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അവർ പലപ്പോഴും ഭയങ്കരമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞാൽ മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവരെങ്ങനെയാണ് കൂട്ടി ഇണക്കുക എന്നുള്ളൊരു കാര്യം? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിൽ പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതല്ല പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും. ആദ്യം തന്നെ കാഴ്ച പരിമിതി, ഇങ്ങനെ കേൾവിപരിമിതിയുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ ഇവരുടെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും. രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ സാധ്യതകളുണ്ട്. ഏറ്റവും അടുത്ത സ്പെഷ്യൽ സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കും, അവിടെ കൊണ്ടേ വിടണം. നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണമല്ലോ. ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. നമ്മൾ രണ്ടാളും കണ്ടു, നമ്മൾ അറിയാലോ, നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷൻ്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ കാണുന്നത്. യൂത്ത് നടത്തിയൊരു പ്രോഗ്രാം നമ്മൾ കണ്ടത്. അതെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടാവും, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാത്ര ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും കണ്ടുപിടിച്ചു. ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു വിടുത്തോ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ഇതും കിട്ടി. നിങ്ങളെക്കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങളൊരു PhD ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ മെഡിക്കൽ ഡോക്ടറാന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മളങ്ങനെ കാഴ്ചയിലില്ല, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് സാധാരണ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ അതെ അറിയാം. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറേ ചിന്തിച്ചു.
ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്നുള്ള സിമ്പിളായ ഡോക്ടർമാർ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ശരിക്ക് ഡോക്ടർമാർക്കൊരു ശരിക്കൊരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പൊതുവേ ആളുകൾക്ക് ഉണ്ട്. ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണെങ്കിലൊക്കെ അവരൊരു പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവേ ഉണ്ട്. അതും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്നത് സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷേ ആളുകൾക്ക് ആരും കണ്ടാൽ ഡോക്ടറാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ കണക്കുന്ന. ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മളതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മുടെ അടുത്ത് വരുള്ളൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തോളൂ. ഞങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻസ് മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടുപോവാം ഇല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി ബോർഡിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നു. പിന്നെ പേപ്പറിൽ നമ്മൾ എഴുതി കൊണ്ടുപോകും, സാധാ വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ മികച്ച 1-2 കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അത്തരം കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചോക്കൊണ്ട് ബോർഡിൽ എഴുതിക്കാം. ഇനി അതിനും ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടും. അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് കാഴ്ചപരിമിതർ. കാഴ്ചപരിമിതരുടെ പല പ്രയാസങ്ങളും മറികടക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്. അധ്യാപനത്തിൽ എങ്ങനെ ഒരു ഉദാഹരണം പറയോ? പറഞ്ഞുതരാം. ഇഷ്ടം പോലെ അധ്യാപനത്തിൽ ഇപ്പം സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പോൾ സാധാരണക്കാർ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഗാന്ധിജി ആരാണ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ, ഗാന്ധിജിയുടെ സമര രീതികൾ നമുക്ക് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ കാഴ്ചപരിമിതരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അക്ഷരം വലിയൊരു പ്രശ്നമാണ്. ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് തിരിയൂല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എഴുതാനൊന്നും ചിലപ്പോൾ ആളെ കിട്ടൂല. അപ്പോൾ ഈ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിമിതിയും മറികടക്കാൻ പറ്റും. ഞാൻ നോട്ട്സൊക്കെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും. അവരോട് ഒഴിവുള്ള ഒരു 10 മിനിറ്റൊക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, നമ്മൾ വായിച്ചു കൊടുക്കേണ്ട. അവരിങ്ങനെ കണ്ട് ഒരു സംശയവും ചോദിക്കില്ല നമ്മളോട്. കാരണം അവർക്ക് മറ്റേ നമുക്ക് ബോർഡിലൊക്കെ എഴുതി ചിലപ്പോൾ തിരിഞ്ഞത് എന്താ സാറേ വായിക്കാന്നൊക്കെ ചോദിക്കും. ഇത് പിന്നെ അതിൻ്റെ അവസരം ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ചെയ്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറികടക്കുക. അതേ ചോദ്യം ഞാൻ വേറെ ആംഗിൾ ചോദിക്കട്ടെ. ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് പീസ് റേഡിയോന്റെ സ്റ്റുഡിയോയിലാണ്. ഒരു പീസ് റേഡിയോ എന്നുള്ളൊരു ആപ്പ്, നമ്മളൊരു റേഡിയോ ആപ്പാണല്ലോ ഓൺലൈനിലുള്ള, നിലവിൽ മലയാളത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിക റേഡിയോ എന്നുള്ളത് പീസ് റേഡിയോ ആണ് ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്. ഈ പീസ് റേഡിയോ നമുക്ക് മാഷിപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തി പീസ് റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുക? മാഷെ ഫോണൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റും? ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ. നമുക്ക് ഇപ്പോൾ ഫോണായിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ല. തീർച്ചയായും. അതായത് പിക്ചേഴ്സ്, ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളല്ല. അതും ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കാൻ അതിന് വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അത് പറയും. ഇപ്പം സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഒരു പ്ലേ സ്റ്റോർ ആപ്പാണോ? ആപ്പല്ല, എല്ലാ ഫോണിലും ഉള്ളതാണ്. എല്ലാ ഫോണിലും ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഫോണിലും ഈ ആപ്പ് ഉണ്ട്. പക്ഷേ സാറിന് ഇതിനെക്കുറിച്ച് അറിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിതിൻ്റെ ആവശ്യക്കാരല്ല. ആവശ്യക്കാരാണല്ലോ നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കുക. ഇപ്പം ഈ ഫോണിൽ പിന്നെ ടോക്ക് ബാക്ക്, ജിഷോ സ്ക്രീൻ റീഡർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറാണ് NVDA, അതിൽ ജോസ്, പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഓർക്ക സ്ക്രീൻ റീഡർ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണല്ലോ, അവിടെ നമ്മൾ ഓർക്ക സ്ക്രീൻ റീഡറാണ് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമ്മളെ പരിമിതിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പറയാം, സ്കൂളിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഫോണിലുകൊണ്ട് മാത്രമാണ്. ഫോണും കമ്പ്യൂട്ടറൊന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ പോലും നമ്മൾ സീറോ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെപ്പോഴും അതായത് അധ്യാപകരുടെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ.
അധ്യാപകർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പം നിങ്ങൾ അതെ നിങ്ങൾ നോക്കി വായിക്കുന്ന പേരെ നമ്മളിത് കേട്ട് മനസ്സിലാക്കുന്നു. ഇപ്പം ന്യൂസ് ചാനലുകളായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ നോക്കി വായിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ മാഷ്ക്ക് വായിക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ ഈ ടോക്ക് ബാക്കിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ ഫോണിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ് നമ്മൾ 2 വിരൽ 1 വിരൽ ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം നമ്മളൊരു ഫോണിൽ തൊടുന്നു, വാട്സപ്പ് നിങ്ങൾ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ടെലഗ്രാം, ഇപ്പം പേജ് 3 of 4. ഇനി അടുത്ത പേജിലേക്ക് മറിക്കാൻ അവിടെയാണ് പീസ് റേഡിയോ ഉള്ളത്. പീസ് റേഡിയോ കേട്ടു. അപ്പോൾ ഈ പീസ് റേഡിയോ ഞാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫോണിന് ഒരിക്കലും നിങ്ങളൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങായിട്ട് ഓപ്പണായി വരികയാണല്ലോ ചെയ്യാം. പക്ഷെ ഒരു കാഴ്ച മരുന്ന് ഉപയോഗിക്കുന്ന സിംഗിൾ ടാപ്പിൽ ഓണായി വരാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർത്താവില്ല നമ്മൾ തൊടുക. ഇപ്പം ഡോക്ടർ ചോദിച്ചാൽ പീസ് റേഡിയോ എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പീസ് റേഡിയോ കണ്ടുപിടിക്കണം ആദ്യം. സെർച്ച്, ക്യാമറ, ക്രോം, പീസ് റേഡിയോ കിട്ടി. ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ നമുക്കതിൻ്റെ ധാരണ ഉണ്ടാവും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഇന്ന ആപ്പ് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും. കാരണം എപ്പോഴും കുറേ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പീസ് റേഡിയോ. ഇപ്പൊ പീസ് റേഡിയോ തുറന്നു നോക്കി ലൈവ് നടക്കുന്ന പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, തൊട്ടോക്കട്ടെ. പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി കേൾക്കുന്നുണ്ട്. അലി ജാബർ സംശയ നിരാണ് ഇപ്പോഴാണ് നേരത്തെ വായിച്ചത്. നമ്മൾ ആദ്യം തുറന്നു വെച്ചപ്പോൾ അതായിരുന്നല്ലോ, അതുകൊണ്ട് അതത് പറഞ്ഞോളൂ. ഇപ്പൊ ലൈവുള്ള പ്രോഗ്രാം ഇതാണ്. മുഹമ്മദ് സ്വാദിഖ് മദീനി, ഷബീബ് സ്വലാഹി. അതൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ സ്പീഡ് കുറച്ച് വെച്ചോണ്ട് ശ്രോതാക്കൾക്ക് അറിവിലേക്ക് പറയാണ്. ഇപ്പോൾ പീസ് റേഡിയോ ലൈവായി നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് അൽ ഇജാബ സംശയ നിവാരണമാണ്. അതായത് മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുള്ള ലൈവായിട്ടുള്ള പ്രോഗ്രാമാണത്. അതും എല്ലാ ശനിയാഴ്ച ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും അതും നമുക്ക് മാഷ്ക്ക് പിന്നെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അതെ അതെ. കേട്ടില്ലേ? അൽ ഇജാബ സംശയ നിവാരണം. ഇതാ മറുപടി നൽകുന്നത് മുഹമ്മദ് സ്വാദിഖ് മദീനി, ഷബീബ് സ്വലാഹി, ഇങ്ങനെ പറയും. ഇനി ഇതാ പ്ലേ ബട്ടൺ കിട്ടി. ഫോൺ കട്ടാകും. ഒരു വർഷത്തിന് ശേഷം പ്ലേ ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാനും പീസ് റേഡിയോ ലൈവായിട്ട് കേൾക്കണം പോലെ. അതെ അതെ അതെ. അവരുടെ ബന്ധം നിലനിൽക്കുന്നതാണോ? അപ്പൊ ഇങ്ങനെ ഓരോ സാധ്യതകളും. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ മാഷി വളരെ പെട്ടെന്ന് ഒരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ശരിക്കും നമുക്ക് പീസ് റേഡിയോ തുറന്ന് ഇപ്പോൾ നടക്കുന്ന പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ട്. ഇനി പീസ് റേഡിയോ ആപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന പ്രോഗ്രാമൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു പരിമിതി എന്നുള്ളത് ഒന്നിനും തടസ്സമല്ല. ഇന്നത്തെ സമൂഹത്തിൽ കാഴ്ച പരിമിതർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ പറയാം, ഗൂഗിൾ പേ ഉപയോഗിക്കാം, ബാങ്കിൻ്റെ ആപ്പുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഈ ടെക്നോളജിയിലുള്ളതിൻ്റെ സുഖം എന്താ വെച്ചാൽ നോട്ട്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ വരുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ അറിയുന്ന ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. വന്നപ്പോൾ താമരശ്ശേരി വന്നപ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ളതല്ല സുഖമല്ലേ ആണ് അദ്ദേഹനോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞു സാറേ ശരിയാണ്, നോട്ട് എത്ര നിങ്ങളോട് ചോദിക്കേണ്ട, ബാക്കി തരീ നിങ്ങളോട് പറയേണ്ട, ചില്ലറുണ്ടോ നിങ്ങൾക്കും ചോദിക്കേണ്ട, എനിക്കും ചോദിക്കേണ്ട. ഇതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ ഗൂഗിൾ അപ്പോൾ ഇതൊക്കെ എന്താ ഇതോടൊക്കെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ നിങ്ങളെക്കാൾ ഉപയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം നമ്മുടെ കാഴ്ച എന്ന പരിമിതിയെ മറികടക്കാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ പോലെ നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്തിയൊരു കാര്യം തുടങ്ങാം. ഇപ്പോൾ കുട്ടികൾ, പുതിയ കാലത്തെ കുട്ടികൾ പൊതുവെ എല്ലാവർക്കും ആശങ്കയുള്ളൊരു ഏരിയയാണ് പുതിയ കാലത്തെ കുട്ടികളുടെ വളർച്ച, അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, ഇപ്പോൾ ലഹരി ഉപയോഗം അടക്കമുള്ള കുറേ വിഷയങ്ങൾ. അത് അധ്യാപകരടക്കം പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ പരിമിതിയുള്ള ആളുകളെ കണ്ടാൽ അവരുമായിട്ട് സഹവസിച്ചാൽ, അവരുമായിട്ട് കുറച്ച് നന്മയൊക്കെ ചെയ്താൽ, അവർക്ക് സേവനമൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ അതാണ് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവർ പിന്നെ ഒരു പലപ്പോഴും സ്ക്രീൻ അഡിക്ഷനിലേക്കും ലഹരിയിലെ അഡിക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ അതിനപ്പുറം ഒരു പാലിയേറ്റീവ് കെയർ ഹോമിലേക്ക് പോവുക, കാഴ്ച പരിമിതിയുള്ള ഒരാളെ കൂടെ സഹവസിക്കുക, അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഇന്നത്തെ കാലത്ത്? അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറച്ച് മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പഠിച്ചവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ സൃഷ്ടികളും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിലുപരി നമുക്ക് പഠിക്കാനും കൂടിയാണ്. ഇപ്പോൾ പഠിച്ചവൻ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ, കാഴ്ച പരിമിതർ, കേൾവരുന്ന ആളുകളൊക്കെ ലോകത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവർക്കും കൂടി പഠിക്കാനുള്ള ഉദ്ദേശം കൂടിയാണ്. ഇവരെ കാണുമ്പോൾ അവരുടെ പരിമിതി എത്രത്തോളം ഉണ്ട്, അവർക്കുള്ള സുഖം എത്രത്തോളം മനസ്സിലായിക്കൊണ്ട് കുറച്ച് കൂടി അടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തരം ആളുകളുടെ അടുത്തൊക്കെ പോകുമ്പം
നമുക്ക് നല്ലൊരു മനസ്സ് കൂടി ഉണ്ടാവണം അതെ അതെ മാറാനുള്ള. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പറയും പോലെ ചിലപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ട് കുറച്ച് കാര്യമൊക്കെ അവർ ചെയ്യും, പിന്നെ ആ ഒരു ഇതിലൊക്കെ അവർ നടക്കും, അത്രയും സമയമൊക്കെ നടക്കും. പിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ഇവർ പഴയ രീതിയിൽ ഇപ്പം പല അറിയാലോ ലഹരി ഇതിലൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരെ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്ന് വീണ്ടും ഇതേ രീതിയിൽ പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെയൊക്കെ സുഹൃത്തുക്കളുടെ വല്ലാത്തൊരു സ്വാധീനമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആളുകളെ കുറച്ചേ കിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഈ കക്ഷി കുടുംബപരമായിട്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നതായിരിക്കും. പക്ഷെ അത് സഹായിക്കാതെ ഇവരെ ഈ ഒരു മേഖലയിലേക്ക് സഹായിക്കാൻ ഇവർ തയ്യാറാവും. ഞാൻ ഉദ്ദേശിച്ച ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി 5-10 രൂപ കൊടുത്താൽ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം വീണ്ടും ഇതിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിന് നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ നമ്മളതിനെ പറഞ്ഞാൽ നിൽക്കാത്തൊരു സമയമാണ് ഇപ്പം. എന്നാലും മാക്സിമം നമ്മളത് കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ ഉപദേശിക്കുക, പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് ഹോം കെയറും അതേപോലെ പാലിയേറ്റീവ് കെയറിലും എല്ലായിടത്തും കൊണ്ടുപോയി ഇത്തരം ആളുകളെ കാണിച്ചു കൊടുത്തും നിങ്ങളത് കണ്ടില്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പോവാതെ നിങ്ങളുടെ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് പലതും കാണുന്ന ആളുകൾക്ക് കാഴ്ച ഇല്ലാത്ത കാഴ്ച പരിമിതിയുള്ള ആളുകൾ ഒരു വലിയൊരു ഒരു പിന്നെ ഒരു ഈ പരമാശ പറഞ്ഞ അനുഭവമാണ്. അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം കണ്ണ് എത്ര വലിയ അനുഭവം. അതെ 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 തീർച്ചയായിട്ടും. എന്തായാലും പക്ഷേ വേറൊരു കാര്യം അറിയാനുള്ളത്, ഇപ്പോൾ മാഷ് കാഴ്ച പരിമിതിയുള്ള ആളുകളെ പറ്റി പറഞ്ഞു. ഇതേപോലെ മറ്റൊരു വിഭാഗമാണ് കേൾവി പരിമിതിയുള്ള ആളുകൾ. കേൾവി എനിക്ക് തോന്നുന്നു കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടൊരു അനുഗ്രഹമാണ്. കാരണം കാഴ്ചയെ പറ്റി എല്ലാവർക്കും ഭയങ്കരമായി നമുക്ക് ഇപ്പോൾ കണ്ണിൽ എന്തെങ്കിലും ഒരു പൊടി തട്ടിയാൽ പോലും ഭയങ്കരമായിട്ട് പിന്നെ കോൺഷ്യസ് ആവുന്ന ബേജാറാവുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ കേൾവിയെ പറ്റി അത്രത്തോളം അറിയില്ല. അപ്പോൾ ഒരുപാടധികം ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഡെഫായിട്ടുള്ള കുട്ടികൾ തന്നെ ഒരുപാടുണ്ട്. അവരെ പറ്റി എന്താണ് ഇപ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? അവർ ഇത്രത്തോളം അവർ ഉന്നമനത്തിൽ എത്തിയിട്ടുണ്ടോ? സത്യത്തിൽ കാഴ്ച പരിമിതിയേക്കാൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേൾവി പരിമിതരെ. പക്ഷേ സാധ്യതകൾ കേൾവി പരിമിതിക്ക് കൂടുതലുണ്ട്, കാഴ്ച പരിമിതിക്ക് സാധ്യതകൾ കുറവാണ്. അതായത് തൊഴിൽ രംഗത്തും മറ്റൊക്കെ കേൾവി പരിമിതിയേക്കാൾ സാധ്യത കുറവാണ് കാഴ്ച പരിമിതർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. പക്ഷേ കേൾവി പരിമിതി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കേൾക്കാത്തത് കൊണ്ട് ഓർമ്മിച്ച് വെക്കാൻ കഴിയാത്തത് കൊണ്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉന്നത നിലയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ തന്നെയാണ് കേൾവി പരിമിതിയുടെ സാധ്യതകൾ വളരെ കുറവാണ്. അതായത് അവർക്ക് പിന്നെ പഠിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ്, പഠിച്ചാൽ തൊഴിൽ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പഠിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ +2 കഴിഞ്ഞാൽ ഇവർക്ക് പഠിക്കാൻ പറ്റിയ മേഖലകൾ വളരെ കുറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇപ്പം ഞാൻ വരുന്ന കണ്ടങ്ങൾ നോടി വന്ന് സഹായിക്കും, പക്ഷെ ഒരു കേൾവി പരിമിതി ഞങ്ങൾ കണ്ടങ്ങൾ മൈൻഡ് കൂടി ചെയ്യൂല, കാരണം കേൾക്കാത്ത നിങ്ങൾക്ക് അറിയൂല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതിലിപ്പോൾ നിലവിൽ ഒരു കുട്ടി, നമ്മളെ അടുത്തുള്ളൊരു കുട്ടി കേൾവി പരിമിതിയുള്ളൊരു കുട്ടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ കുട്ടിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരെ മാഷി പറഞ്ഞ അവരെ സമൂഹത്തിന് ഉന്നമനത്തിലേക്ക് എത്തിക്കണമല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾവി പരിമിതിരെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള, കുറച്ചൊക്കെ ആംഗ്യഭാഷ പഠിച്ചുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് വരണം. എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾക്ക് സൈൻ ലാംഗ്വേജ് അറിയുള്ളൂ. ഒന്ന് പിന്നെ ഇവരുടെ മക്കൾക്ക് കുറച്ചൊക്കെ അറിയാനുണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ പല പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ മക്കളെയൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറ്. അത് തന്നെ പൂർണ്ണമല്ല. പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ ഇത് പഠിച്ച അധ്യാപകർ ഉണ്ടാവും. ഇപ്പം പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കോഴിക്കോട് ചേവായൂർ CRC അതുപോലെ തിരുവനന്തപുരം നിഷ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. ഇത്തരം ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. പക്ഷെ അവിടെ ആളുകൾ കുറച്ചത് പഠിച്ചു വരുന്നുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഇവരുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കണേ, സൈൻ ലാംഗ്വേജ് പഠിച്ച ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഈ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് അത് പഠിക്കണം. നല്ല സാധ്യതയുള്ള സംവിധാനമാണ്. കാരണം ഇൻ്റർപ്രറ്ററായിട്ടൊക്കെ പോയി ജീവിതത്തിലൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല കൂടിയാണ് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. കാരണം പല കോടതികളിൽ, പോലീസ് സ്റ്റേഷനിൽ, പിന്നെ ഹോസ്പിറ്റലുകളിൽ ഇവിടെയൊക്കെ ഇത്തരം ആളുകളെ ആരല്ലോ. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ഡോക്ടറാണ്, ഒരു കേൾവി പരിമിതി ഞങ്ങളൊക്കെ നോക്കി നിൽക്കുക എന്നുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഈ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനാളുകൾ പഠിക്കാത്തത് തൊഴിൽ സാധ്യത ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ പഠിക്കാത്തത്. ശരിക്കും ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതുപോലെ ഇപ്പോൾ മറ്റു പൊതുമേഖല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഒരു സൈൻ ലാംഗ്വേജ് അറിയാൻ പറ്റുന്ന ഒരാളെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ പഠിക്കുകയും ഇവരെ കൂടുതൽ സമൂഹത്തിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. കാരണം ഇത്തരം ആളുകൾ വരുമ്പം ഇവരോട് സംസാരിക്കാൻ ആളില്ല. ഇപ്പം കേൾവി പരിമിതരായ ഉമ്മയും വാപ്പയും അവരുടെ ഒരു മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നാൽ എന്താ ചെയ്യുക? കുട്ടി ഒരു 6 മാസമായ കുട്ടിയാണെന്ന് കൂടി നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അവർ കുറേയൊക്കെ എഴുതി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭാഷാ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഷഹബാസ് ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഷഹബാസ് കണ്ടു ഞാൻ എന്നൊക്കെയൊക്കെ ഇവർ എഴുതുക. നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. കാരണം അവർക്ക് അത്രേ അറിയുള്ളൂ. ഇപ്പം എല്ലാ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അവർ പറഞ്ഞിട്ട് കാര്യമല്ല.
അവർക്ക് ഈ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. മെയിൻ പ്രശ്നം കേൾക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് ഓർക്കാനും സംസാരിക്കാനും ഒരുപക്ഷെ കാഴ്ചപരിമിതിനേക്കാൾ കുറച്ചുകൂടി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർ അവർ തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പം പല പള്ളികളിലും ഇപ്പോൾ കോഴിക്കോട് മൊയ്തീൻ പള്ളിയിലൊക്കെ ഇത്തരം സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആളുകൾ ഖുതുബയൊക്കെ പറയുമ്പം പരിഭാഷപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മതപരമായ ഏരിയകൾ കൂടി അവർക്ക് പിന്നെ ദീൻ പഠിച്ചു കൊടുക്കുന്ന അത്തരം സംവിധാനങ്ങളൊക്കെ വരേണ്ടതുണ്ട്, ഒരുപാട് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വലിയ തുറവിയാണ്. ഇപ്പോൾ വിസ്ഡം യൂത്തിന്റെ കീഴിൽ നമ്മൾ എൻവിഷൻ എന്നുള്ള പ്രൊജക്ട് നമുക്കുണ്ട്. അതിൽ ഒരുപാട് പ്രോഗ്രാം നടത്തി വരാറുണ്ട്. മാഷ്കന്നെ അറിയാം, കാഴ്ച പരിമിതരായ ആളുകൾക്ക് ഒരുപാട് പ്രോഗ്രാം അതിൽ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രോഗ്രാം പെരുന്നമണ്ണ വെച്ചായിരുന്നു നടന്നല്ലേ? ആദ്യത്തെ അന്ന് എൻവിഷൻ എന്ന് പേരൊന്നുമില്ല. അന്ന് ഈ പീസ് റേഡിയോന്റെ സ്റ്റുഡിയോ ഒക്കെ അന്ന് ഇത് തന്നെയാണ് സ്റ്റുഡിയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അന്ന് ആ സമയത്ത്. ഇവിടെ ഏതൊരു ഹാളിലാണെന്നൊരു പ്രോഗ്രാമൊക്കെ നടത്തിയത്. പിന്നെ ശംഷാദ് മാഷ നേതൃത്വത്തിൽ അന്ന് എൻവിഷൻ എന്ന് പേരൊന്നുമില്ല. കാഴ്ചപരിമിതരെ കുറെ ഒരുപാടധികം പദ്ധതികൾ നടത്തി വന്നു അല്ലേ? അതെ അതെ അതെ. അതുപോലെ മാഷി പറഞ്ഞു നമുക്ക് കേൾവി പരിമിതിയുള്ള ആളുകൾക്കും അത്തരത്തിൽ നല്ല പ്രൊജക്ട് ഓരോ സംഘടനകൾ നടത്തണം. അതുപോലെ തന്നെ മാഷി പറഞ്ഞ പോലെ ഗവൺമെന്റ് തലത്തിൽ തന്നെ പല സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയുമ്പോൾ വിസ്ഡം യൂത്തിനൊക്കെ ചെയ്യാൻ പറ്റും. കാരണം 1-2 ആളുകളെ കണ്ടെത്തി, സൈൻ ലാംഗ്വേജ് പഠിച്ച 1-2 ആളെ കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ ഇപ്പം വളർന്നു വരുന്ന മക്കളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരം കോഴ്സുകളൊക്കെ പറഞ്ഞു വിടാം. അതൊക്കെ നല്ല ജോലി സാധ്യതയുള്ള മേഖലയാണ്. പിന്നെ വിദേശത്തൊക്കെ നല്ല സാധ്യത ഉണ്ട് ഇതിനൊക്കെ. നമ്മുടെ ഇവിടേക്കാണ് ഇതൊന്നും ഉപയോഗപ്പെടുത്താത്തത്. തീർച്ചയായും. പക്ഷെ അതുപോലെ നമുക്കിപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാടധികം സ്ഥാപനങ്ങൾ പല പേരിൽ പല ആവശ്യങ്ങൾക്ക് തുടങ്ങുന്നുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഒരു പരിമിതിയുള്ള ഒരു വ്യക്തിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വീൽ ചെയർ ഉണ്ടായിരിക്കണം. കാരണം അങ്ങനത്തെ ആളുകൾക്ക് വരണമല്ലോ. അതെ. ഇപ്പം നിങ്ങൾ പിന്നെ ഈ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഇടയിൽ ആ ഫുട്പാത്തിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള അഡാപ്റ്റ് ചെയ്തിട്ടുള്ള വരകൾ കാണാം. ടാക്ടൈൽ എന്നാണ് അതിന് പറയാൻ തോന്നുന്നത്, അങ്ങനെ പേര് ഓർക്കുന്നില്ല. അപ്പൊ അത്ര നമുക്കറിയാൻ പറ്റും, കാലോട് തൊട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് നടക്കാനുള്ളത് കണ്ടാലും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ കയറാൻ പോണതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പൊന്തി നിൽക്കുന്ന വരകൾ കാണാൻ പറ്റും. ടൈലുകൾ അല്ലേ? അതെ. അപ്പോൾ അതിൽ അങ്ങനത്തെ നടപ്പാതകളിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ അത് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാഴ്ചപരിമിതം ഇത് മനസ്സിലാകുമ്പോൾ നമുക്കറിയാം അത് ഞങ്ങൾക്ക് നടക്കാനുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ ആ വഴി, ഇപ്പോൾ ഒരു പള്ളിയാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുന്ന വഴികൾ, അതേപോലെ ഒരു സ്ഥാപനമാണ് അങ്ങോട്ട് പോകുന്ന വഴി, അതായത് സാധാരണ നടക്കാണ്ടാകുമ്പോൾ ഒരു 2 ടൈലിനെ പൊന്തിച്ച് ചെറിയ തോതിൽ അങ്ങനെ വെച്ചാൽ അവർക്കത് അത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. ഇനി കുറച്ച് ടെക്നിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻസറുകൾ ഉപയോഗിക്കാം. പള്ളികളിലൊക്കെ വന്നാൽ ഇത്ര ജമാത്തൊക്കെ നടക്കുന്നുണ്ട്, സെൻസറിലൂടെ അവർക്ക് കാണുമല്ലോ. എന്നാലും ഇവിടെ പിന്നെ സെൻസറിലൂടെ അവർക്ക് വൈബ്രേറ്റ് ചെയ്യാം. അവർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ ഇന്ന കാര്യമാണ് നടക്കുന്നത് സ്ക്രീനിലൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. ചെവി കേൾക്കാത്തൊരു പ്രോഗ്രാം നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുക. അതൊക്കെ തന്നെ നമ്മൾ ചെയ്യാറ്. QR കോഡ്, പിന്നെ QR കാഴ്ച പരിമിതർക്ക് പറ്റിയൊരു സംവിധാനമാണ് അത്. QR കോഡ് നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം, അതോടൊപ്പം അത് പറച്ചിലും കൂടി ഉൾപ്പെടുത്താം. QR കോഡ് സ്കാൻ ചെയ്താൽ അവിടെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്തിൻ്റെതുണ്ട്, ഇന്ന സ്ഥലത്തിൻ്റെതുണ്ട്, അങ്ങോട്ടുള്ള വഴി ഇതിലെയാണ് പോവുക, അങ്ങോട്ട് ഇതിലെയാണ് പോവുക. അതുപോലെ പള്ളികളിലൊക്കെ ചെരുപ്പ് വെക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുക. നമുക്ക് നമ്മുടെ നാട്ടിലെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമെങ്കിലും KSRTC കയറി കഴിഞ്ഞാൽ വികലാംഗർക്കുള്ള സീറ്റ് ഉണ്ടാവും എന്നതിനപ്പുറം നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല പലയിടത്തും. ഒന്നുകൂടി വളരെ പ്രായോഗികമായിട്ട് നമ്മുടെയൊക്കെ ഓരോ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ അത് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. പക്ഷെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പിന്നെ ഒരു പരിമിതിയുള്ളൊരു കുട്ടി, ഞാൻ ഒരു കുട്ടിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഒരു LP പ്രായം കഴിഞ്ഞ ഉടനെ, ആ LP പ്രായം ഒരു പക്ഷേ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സാധാ ഗവൺമെന്റ് സ്കൂളിൽ പോയാൽ തന്നെ പഠിച്ചു പോകാൻ പറ്റും. അതിനുശേഷമൊക്കെ ഒരു കുട്ടിക്കുള്ള സാധ്യത, ഒരു കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെങ്കിൽ, ഒരു മലബാർ ഏരിയയിലുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എവിടെയൊക്കെയാണ് ചില സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ? മലബാർ ഏരിയയിൽ ഇപ്പോൾ സ്പെഷ്യൽ അതായത് ശരിക്കും നമ്മൾ ഇപ്പോൾ പരിമിതിയുള്ള ഇപ്പോൾ ഒരു കാഴ്ച പരിമിതി, കേൾവി പരിമിതിക്ക് ആദ്യം തന്നെ സ്പെഷ്യൽ സ്കൂളുകളുടെ കുറേ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ചെവി കേൾക്കാത്തവർക്ക് കുറച്ചൊക്കെ അധികമുണ്ട്. കാഴ്ച പരിമിതർക്ക് കുറഞ്ഞ സ്പെഷ്യൽ സ്കൂളുകളേ ഉള്ളൂ. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇവിടെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് 2 സ്കൂളുകളുണ്ട്. ഒന്ന് മഞ്ചേരി എന്ന് വരുമ്പോൾ മങ്കട പള്ളിപ്പുറം, അവിടെ കാഴ്ച പരിമിതർക്കുള്ള സ്കൂളുണ്ട്. പിന്നെ മങ്കട ഇവിടുന്ന് അമ്മിണിക്കാട് നടന്ന സ്ഥലമുണ്ട്, മണ്ണാർക്കാട് പോണ വഴിയിലാന്നൊക്കെ തോന്നുന്നത്, എനിക്കറിയില്ല. അവിടെ ഒരു കാഴ്ച പരിമിതർക്കുള്ള സ്കൂളുണ്ട്. പിന്നെ അതെ മങ്കട, മലപ്പുറം ജില്ലയിൽ ഇത് 2 ആണുള്ളത്. പിന്നെ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് റഹ്മാനിയ, അവിടെ ഒരു കാഴ്ച പരിമിതർക്ക് സ്കൂളുണ്ട്. പിന്നെ ഞാൻ പഠിച്ച കൊളത്തറ വികലാംഗ വിദ്യാലയം അതുണ്ട്. പിന്നെ മലബാറിൽ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെയൊക്കെ പാലക്കാട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ കാഴ്ച പരിമിതർക്ക് ഒരു 14ഓളം സ്കൂളുകളുണ്ട്. അതുപോലെ കേൾവി പരിമിതർക്ക് കുറേ അധികമുണ്ട് സ്കൂളുകൾ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ തുടക്കത്തിൽ ഒരു 10-12 വയസ്സ് വരെയൊക്കെ സ്പെഷ്യൽ സ്കൂൾ വിടുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്.
ഓക്കെ. അപ്പം ചില റിസോഴ്സ് ടീച്ചേഴ്സൊക്കെ ഇത് കേട്ടാൽ പറയാം അത് പറ്റുമല്ല, അവർക്ക് സ്പെഷ്യൽ സ്കൂളിലല്ല വിടേണ്ടത്, അവർ ഇംഗ്ലീഷ് തന്നെ കൊണ്ടുവരണം, സാധാ സ്കൂളിൽ തന്നെ വിടണം എന്നൊക്കെ ആയിരിക്കും അവർ പറയാം. പക്ഷേ ഞങ്ങളുടെ ഒരു അനുഭവം സ്പെഷ്യൽ സ്കൂളാണ്. ഡെയിലി ലിവിങ് സ്കില്ല് പോലുള്ള കാര്യങ്ങളൊക്കെ അത് തുടക്കത്തിൽ സ്പെഷ്യൽ സ്കൂളും പിന്നെ കുറച്ച് വലുതായ ശേഷം അപ്പോൾ ഒരു 13 വയസ്സ് ആയ പിന്നെ സാധാ രീതിയിൽ വിടാം. കാരണം സമൂഹമായിട്ട് നമുക്ക് ഇടവഴി പഠിക്കേണ്ടേ. അപ്പോൾ സമൂഹമായിട്ട് ഇടവഴി പഠിക്കുന്നതിന് നമ്മുടെ കാര്യം ചെയ്യാൻ ആദ്യം നമ്മൾ പ്രാപ്തരാവേണ്ടേ. സ്വാശ്രയത്വം ശേഷം പിന്നെ 8ാം ക്ലാസ് തൊട്ട് നമുക്ക് സാധാ സ്കൂളുകൾ തന്നെ പഠിക്കാം. അതും ഇപ്പോൾ ഡെഫിനും അവിടെയും പ്രയാസം ചെവി കേൾക്കാത്തവർക്ക് നേരിടുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഇതൊന്നും അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവില്ല സ്കൂളുകളിൽ. നമുക്ക് പിന്നെ പ്രശ്നമല്ല, കേട്ട് പഠിക്കാമല്ലോ. അതെ. ഓക്കെ. പക്ഷേ പറഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ അതിൽ ഓരോ വാക്കുകളും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുമെന്നൊരു പേടിയുണ്ട്. ഇപ്പോൾ സാധാ സ്കൂൾ എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇതൊരു നോർമൽ സ്കൂളും ബാക്കി സ്പെഷ്യൽ സ്കൂൾ അബ്നോർമൽ സ്കൂളും, അങ്ങനെ ഒരു വേർതിരിവ് വരെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. സ്പെഷ്യൽ സ്കൂളും നോർമൽ സ്കൂളും പറയാറുള്ളൂ. സാധാ സ്കൂൾ ഞാൻ ഈ പറഞ്ഞ കാരണം എല്ലാവരും വളരെ സൂക്ഷിച്ച് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. സാധാ സ്കൂൾ ഉദ്ദേശിച്ച നോർമൽ സ്കൂൾ എന്നാണ് നമ്മൾ കരുതുന്നത്, മറ്റേ സ്പെഷ്യൽ സ്കൂൾ. മനസ്സിലായി. ഓക്കെ. പക്ഷെ വേറെ അവസാനമായിട്ട് നമ്മൾ ഇന്റർവ്യൂവിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു കാര്യം അറിയാനുള്ളത്, പിന്നെ ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ ഒരു പരിമിതിയോടെ ജനിച്ചു എന്നതുകൊണ്ട് പലപ്പോഴും ചില ആളുകളെങ്കിലും വളരെ കുറഞ്ഞ ആളുകളെങ്കിലും കാണാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ മാഷത്തിന് നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ കാണുന്നവർക്കറിയാം, പീസ് കേൾക്കാത്ത വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, മാഷ് പൂർണ്ണമായിട്ട് ഇതിൻ്റെ അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണെന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. എന്നാൽ കുറഞ്ഞ ചില ആളുകളെങ്കിലും ഈ പരിമിതി ആലോചിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന, അതിൽ ആകെ ജീവിതം തന്നെ നിരാശപ്പെട്ടു പോകുന്ന, ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളെയും കാണാം. അല്ലെങ്കിൽ അതിൽ പല കാരണങ്ങളുണ്ട്. അവർ മാതാപിതാക്കളാവാം, അവർ സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളാവാം. എന്ത് വിഷയമാണെങ്കിലും പോലും അതിൽ തകർന്നു പോകുന്ന ആളുകളോട് എന്താ പക്ഷേ പറയാനുള്ളത്? ഇത് എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ പിന്നെ ഹൈസ്കൂൾ സർവീസ് കയറിയ പന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു 2018 ഒരു 2015-16 കാലഘട്ടത്തിൽ എൻ്റെ സ്കൂളിലത്തെ ഒരു ടീച്ചറിനെ വിളിച്ചു, സാറേ നിങ്ങളെന്താ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണല്ലോ, കാരണം നിങ്ങൾക്കാണെങ്കിൽ കണ്ണും കാണില്ല, നിങ്ങൾക്ക് എന്തൊരു വിഷമമൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു എന്നോട്. ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങളെപ്പോഴും ഇങ്ങനെ ചിരിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരോട് ഞാൻ ഒറ്റ മറുപടിയാണ് പറഞ്ഞത്, അതിനാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത് തന്നെയാണ്, നഷ്ടപ്പെട്ട ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇത് വിഷമം ഇങ്ങനെ ചിന്തിച്ചിരുന്നത് തിരിച്ച് കിട്ടൂലല്ലോ. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, അതിന് നമുക്ക് കിട്ടാനുള്ളതിനെ കുറിച്ചും കിട്ടിയതിൽ അൽഹംദുലില്ലാ എന്നും പറയാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും മാഷാഅല്ലാ. കാരണം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന് നിങ്ങൾക്ക് വിഷമാവില്ല ഇത് കാണുമ്പോൾ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മളെ മനോഭാവം മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാറും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചിന്തിക്കണം എന്താണെന്ന് അറിയോ, നേരത്തെ നമ്മൾ പറഞ്ഞ ചെവി കേൾക്കാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും, ഒരേക്കാൾ എത്രയോ ഭാഗ്യമല്ലേ എനിക്ക്. തീർച്ചയായിട്ടും. ഇനി ഒരു വീൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് പള്ളിയിൽ നിന്ന് വന്നാൽ അപ്പം എൻ്റെ കൈ എന്ന വിരലോട്ട് ഞാൻ ഇവിടെ എത്തിയില്ലേ, നേരെ മറിച്ച് ഒരു വീൽ ചെയറാണ് കാരണമാണ് ഈ കോണിയൊക്കെ നിങ്ങൾ ഇയാളെ എടുത്ത് കയറ്റി കൊണ്ടുവരണ്ടേ. തീർച്ചയായിട്ടും. അപ്പം അവരുടെ അവസ്ഥ ബാക്കി ഇപ്പോൾ ഒരു അവയവത്തിൽ, കണ്ണെന്ന് പറഞ്ഞ ഒരു അവയവത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ, അതിൽ തന്നെ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയാലും പാർഷ്യൽ ബ്ലൈൻഡ് ആയാലും ഒക്കെ ഉണ്ട്. എന്നാൽ അതല്ലാത്ത വേറെ എത്രയോ അവയവങ്ങൾ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങൾ, അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ 100,000 തവണ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പടച്ചവന് സ്തുതി പറയേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ പറയുമ്പോഴേ ഞാനിപ്പം പിന്നെ സ്കൂളിലൊക്കെ ഇപ്പം ശാസ്ത്രമേള അതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ ഡോക്ടറെ. അപ്പം കുട്ടികൾ ചെയ്തോളും. പിന്നെ നമുക്കൊരു ഗാന്ധിജിയുടെ ഒരു ചർക്ക ഉണ്ടാക്കണം, അപ്പോൾ ഈ ചർക്ക എന്താ നമ്മൾ മനസ്സിലൊന്ന് വായിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു രൂപം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഉണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന ഒരു സഹായമൊക്കെ ഇവിടെ തേടുക, അവരെ കൊണ്ട് നോക്കിയാൽ ഈ പറഞ്ഞൊക്കെ ശരിയാണോ. നിങ്ങളൊക്കെ അറിയാം മതി, ഗഫൂർ മാഷ് നമ്മളെ ടീച്ചേഴ്സിന് അന്ന് നമുക്ക് നമ്മളൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് കാണിച്ചു തന്നെ ആ സമയത്ത് നിങ്ങൾ എത്തിയോ എന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ അദ്ദേഹത്തിന് ഞാനിതുപോലെ ചർക്കൻ്റെ മോഡൽ സ്കൂളിൽ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കി? ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ഇത് ഞാനിങ്ങനെ വേറെ ഒരു സാറും എൻ്റെ സ്കൂളിലത്തെ ഒരു സാറുണ്ട്, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് പിന്നെ എങ്ങനെ ഉണ്ടാക്കിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ പിന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് സ്കൂളിലുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാവരെയും പോലെ തന്നെ ഇടപെടാൻ കഴിയാറുണ്ട് അല്ലേ. അതെച്ചാൽ നമുക്ക് പരിമിതി കാഴ്ച ഇല്ല എന്നുള്ളൊരു കുഴപ്പം കൊണ്ട് നമ്മളെ സംസാരത്തിന് പ്രശ്നമൊന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. അപ്പം അങ്ങനെ കുറേ ശാസ്ത്രമേളയിൽ കുറേ കാര്യങ്ങൾ മാഷിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന മാഷ് കുറേ ഈ പരിമിതിയുള്ള ആളുകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളെ പൊക്കി പുറത്തു കൊണ്ടിരുന്ന ആൾ കൂടിയാണ് അല്ലേ. അത് നമ്മൾ പല പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്, നമ്മൾ കൂട്ടായ്മകൾ ഒക്കെ സംഘടിപ്പിക്കും, പിന്നെ വിനോദയാത്രകൾ നടത്താറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു പ്രയാസം, ഇപ്പോൾ ഒരു ടൂർ കോർഡിനേറ്റർ, ഇപ്പം നിങ്ങളൊരു 50 പേര് ടൂറ് പോകുന്നു, നിങ്ങൾ ചെയ്യാൻ എന്താ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ട്രാവൽസുകാരനെ വിളിക്കുന്നു, അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും ഒക്കെ ചെയ്യുന്നു. അതിപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഈ ഫോണും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഞാനിപ്പം പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്.
യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി എന്ന് പറയാമല്ലോ ഡോക്ടറെ നമുക്ക്. തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഇപ്പം ഞാൻ വേറൊരു അനുഭവം പറയാം. അതായത് 2017 ഞങ്ങൾ ഒരു കുളു മണാലി ഡൽഹി അങ്ങനെ ഒരു യാത്ര ഫിക്സ് ചെയ്തു. യാത്രയൊക്കെ ഫിക്സ് ചെയ്ത് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു സാറിന് ഇലക്ഷൻ ഡ്യൂട്ടി വന്ന്. ഞങ്ങളാകെ ബേജാറായി. കാരണം ഞങ്ങൾക്ക് കണ്ണ് കാണുന്ന ഒരാൾ നമ്മളെ കൂടെ വേണം. നമുക്കെന്താ വെച്ചാൽ ബോർഡ് വായനയും ഇതും കാര്യമൊന്നും നമുക്ക് നടക്കൂലല്ലോ. ഇന്നിപ്പോൾ അതും കുറച്ചൊക്കെ നടക്കും കേട്ടോ ഫോൺ ഉപയോഗിച്ചിട്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എപ്പോഴും പ്രായോഗികമാവില്ല. കാരണം ഒരാൾ മുമ്പിൽ വന്ന് നിന്നാൽ അത് നടക്കില്ല. നമുക്ക് ഒരാൾ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ ബേജാറായി. അങ്ങനെ ഞങ്ങൾ മലപ്പുറം ജില്ലാ കലക്ട്രേറ്റിൽ പോയി. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ഒറ്റ ചോദ്യം ഞങ്ങളോട് ചോദിച്ചത്, കണ്ണ് കാണാത്ത നിങ്ങളൊക്കെ ടൂർ പോയിട്ട് എന്ത് കാണാനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളോട്. നിങ്ങളുടെ അടുത്ത് ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങളുടെ ഡെപ്യൂട്ടി കളക്ടറാണല്ലോ, ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ. നിങ്ങളെപ്പോലത്തെ ഒരാളിങ്ങനെ പറയുകയാണെങ്കിൽ മറ്റുള്ളവരിനെ ഞങ്ങൾ എന്ത് പറയും എന്ന് ചോദിച്ചു ഞാൻ സാറോട്. സാറ് കുറച്ചിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, സോറി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു സാറേ, ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്കിങ്ങനെ ഒരു കണ്ണിൻ്റെ ആവശ്യമുണ്ട്, അത് ഈ സാറാണ് ഞങ്ങളെ കൂടെ ഉള്ളത്, നിങ്ങളൊന്ന് ഇയാളുടെ ഡ്യൂട്ടിയിൽ നിന്നൊന്ന് മാറ്റി തന്നാൽ ഞങ്ങളെ കാര്യങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് എല്ലാം സെറ്റാക്കി, നിങ്ങൾ കയ്യിലാണ് ഞങ്ങളെ ഈ ടൂറ്, നിങ്ങൾ സാറിന് അനുമതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പോകണില്ല എന്ന് വെക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഡ്യൂട്ടി മാറ്റി കൊടുത്തു. സാറ് ഡ്യൂട്ടി മാറ്റി തന്നു. കുറേ കാര്യങ്ങൾ സാർക്ക് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ ഈ സാറ് ഉദ്ദേശിച്ച കാര്യം, ഈ പരിമിതിയുള്ള ആളുകൾ അവർ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ അവരെ പൊക്കി വന്ന് സമൂഹത്തിന് മധ്യേ എല്ലാവരും പോലെ തന്നെ അവസരം തുറന്നു കൊടുക്കുന്നു. അതെ അതെ, ആ സാർ അന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കുറേ പേർക്ക് നിരാശ ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ കൂടെ 4 പേരുണ്ട് കാഴ്ച വരില്ല, പക്ഷെ നമുക്ക് ഇദ്ദേഹം നമുക്കൊരു ആവശ്യമാണ്. അതെ അതെ. എന്തായാലും പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി, ഏത് പരിമിതിയാണെങ്കിലും അവർക്കും പിന്നെ യഥാർത്ഥ ഇതിലുള്ള സാധ്യതകളെല്ലാം ഇന്ന് തുറന്നു നിൽക്കുന്ന അവസരമാണുള്ളത്. ഇപ്പോൾ PCOD മാഷിനോട് തുറന്ന് കാണിച്ചു. ഇതിനെങ്ങനെയാണ് അവർ ഒരു പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ അവർ കൊണ്ടുവരേണ്ടത്? ഇന്ന് സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾ അറിവ് നേടാൻ നമുക്ക് വലിയൊരു പ്രയാസമല്ല. കുറച്ചൊക്കെ പരിമിതികൾ ഇവിടെ എപ്പോഴും ഉണ്ട്. ഇപ്പം വായനയുടെ ഒരു പരിമിതി കുറഞ്ഞ രീതിയിലൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ അറബി മെറ്റീരിയൽസ് നമുക്ക് ആക്സസിബിളായിട്ട് കിട്ടാൻ കുറച്ച് പരിമിതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളം, അറബി, അങ്ങനത്തെ ഹിന്ദി, ഇംഗ്ലീഷിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പം പീസ് റേഡിയോ നമുക്കൊരു മാർഗ്ഗമാണ്. പിന്നെ നമുക്കൊരു ജമീൽ എന്ന് പറഞ്ഞ ജമീൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. QNT എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു മുമ്പ്, ഖുർആൻ ഇതൊക്കെ അല്ലേ, അത് അതിലും കുറേ ഓഡിയോ ഉണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. എല്ലാം പൂർണ്ണമായിട്ടുള്ള ആപ്പ് കുറവാണ്. അതുണ്ടായി വരേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നും ഒരു തടസ്സമല്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ഖുർആൻ വായിക്കാനോ കേൾക്കാനോ ഒരു തടസ്സമൊന്നല്ല. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ജമീൽ ആപ്പും പറ്റും, പീസ് റേഡിയോയിൽ പറ്റും. പിന്നെ പീസ് റേഡിയോയിൽ ഖുർആൻ റേഡിയോ തന്നെ ഉണ്ടല്ലോ, ഖുർആൻ കേൾക്കാനുള്ള. അതെ അതെ അതെ. പിന്നെ അതിൽ പിന്നെ പരിഭാഷയൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് 88 2000 ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് മദ്രസ പഠനം. ഇപ്പം ഞങ്ങളൊക്കെ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടും അന്നൊക്കെ ഞങ്ങൾ 7ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞങ്ങളെ കൂടെയുള്ള പരിമിതരല്ലാത്ത ആളുകൾ 7ാം ക്ലാസ് പഠിക്കുന്ന അത്ര കാലം നമ്മൾ പഠിക്കില്ല. അവർ 2ാം ക്ലാസ് പഠിക്കുന്നതാണ് നമ്മൾ 7. കാരണം നമ്മൾ കാണാതെ പഠിച്ചു വരണമല്ലോ അതുകൊണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പരിമിതിയെ കുറേ മറികടക്കാൻ നമുക്ക് സാധ്യതകളുണ്ട്. കാലം മുന്നോട്ട് പോയി AI റോബോട്ടിക്സ് ഒക്കെ പുതിയ കാലം എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാ മാറ്റങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചിത്രങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പം ചിത്രങ്ങളും കുറേയൊക്കെ നമുക്ക് വായിക്കാൻ AI ഒക്കെ ഉള്ളതുകൊണ്ട് നടക്കും. ഇപ്പം ഡോക്ടറെ പേരും ഒരു ഫോട്ടോ സഹിതം ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ ഡോക്ടറിന് മുമ്പിൽ വന്ന് നിന്നിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ നിങ്ങളെ AI ക്യാമറ വെച്ച് നോക്കിയാൽ ഷഹബാസ് ഡോക്ടർ നമ്മൾ പറഞ്ഞുതരുമോ? അത്രയും ടെക്നോളജി വികസിച്ചു. മാത്രമല്ല ഇപ്പോൾ കൈ പിടിച്ചുകൊണ്ട് വരെ നിങ്ങളൊരു പ്രത്യേകത പറയാറുള്ളത്, ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തി വന്ന് കൈ പിടിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കൈ പിടിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ കൂടുതൽ ഇടപെടുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അവർക്ക് നമ്മളെ പിന്നെ കൈ ഒന്ന് പിടിച്ചാൽ ആരാണ് നമുക്ക് പറയാം. അതൊക്കെ നമ്മൾ ഓരോ കൈകളൊക്കെ ഓരോ അടയാളങ്ങളൊക്കെ നമ്മൾ കണ്ടുവെക്കും, മനസ്സിൽ നമ്മൾ കണ്ടുവെക്കും. അവസാനമായിട്ട് നമ്മൾ ശ്രോതാക്കളോട് PCOD ശ്രോതാക്കൾ എന്തെങ്കിലും പറയാനുണ്ടോ? പീസ് റേഡിയോ ശ്രോതാക്കളെനിക്ക് പറയാനുള്ളത്, പരിമിതരായ ആളുകളെ നിങ്ങൾ മാറ്റി നിർത്താണ്ട് അവരൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, പിന്നെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി അവരൊക്കെ മാറ്റണം. ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല. അവർക്ക് ഇപ്പം നമുക്കറിയാം കുറേ രക്ഷിതാക്കൾ അവരുടെ സ്റ്റാറ്റസ് വിചാരിച്ചിട്ട് അഭിമാനം വിചാരിച്ച് ഭിന്നശേഷിക്കാരെ പുറത്തിറക്കൂല, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂല, അവരെ പുറം ലോകം കാണിക്കുന്നില്ല, അവരുടെ പൊതു ഫംഗ്ഷനുകളിൽ അവരെ പങ്കെടുപ്പിക്കൂല. അങ്ങനത്തെ കുറേ രക്ഷിതാക്കളൊക്കെ ഇപ്പോഴും
നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും അത്തരം ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ പടച്ചവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഇങ്ങനത്തെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ എങ്ങനത്തെ സാഹചര്യങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചൊക്കെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനും അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ നിരയിൽ എത്തിക്കാനൊക്കെ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാം. ഈ ഒരു ഇന്റർവ്യൂ ശരിക്കും അതിന് എല്ലാവർക്കും പ്രേരകമാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവസാന ശ്രോതാക്കളോട് പിന്നെ മാഷ്ടി ഒരു പിന്നെ പുഞ്ചിരിച്ച ഒരു മുഖം തന്നെയാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്. ഇത്തരത്തിലാണ് പരിമിതിയുള്ള ഓരോ വ്യക്തികളും അവരവരുടെ ഉള്ളിലുള്ള പരിമിതി, അത് ഒരു ചെറിയ പരിമിതി ആയിരിക്കും. അക്ഷരത്ത് പറഞ്ഞ പോലെ കാഴ്ചയാണെങ്കിൽ കാഴ്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ, പഠിക്കാനും എല്ലാവരെയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ പരിമിതിയെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വലിയ ചവിട്ടുപടികളായി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് അവരെല്ലാവരും നടത്തേണ്ടത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഇന്നത്തെ സവിശേഷം പ്രോഗ്രാം തീർച്ചയായും ഒരു സവിശേഷ എപ്പിസോഡായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു താങ്കൾക്ക് കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കാനും എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറ്റി നാളെ സ്വർഗ്ഗത്തിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.